அழகை நேற்றின் இன்பங்கள் யாவும் கூடியே இன்றை இப்போதை அர்த்தமாக்குதே இன்றின் இப்போதின் இன்பம் யாவுமே ആനയടിക്കുത്ത് വെള്ളച്ചാട്ടം വിഷ്വൽ ബ്യൂട്ടിയിലേക്ക് സ്വാഗതം. സ്ഥലങ്ങൾ കാണിച്ചാ ഒരു രക്ഷ സ്ഥലം. തിങ്കളാഴ്ചയാണ്, വർക്കിംഗ് ഡേ ആണ്, എന്നിട്ടും ഇവിടെ ആളുണ്ട്. നമ്മൾ വിചാരിച്ച ആരും ഉണ്ടാവില്ല, അടിപൊളിയായിരുന്ന ഇതിന് വെയിലുണ്ടെന്നുള്ളൂ. വന്ന സമയം ഉച്ച സമയമാണ്, അതിൻ്റെ പ്രശ്നമുള്ളൂ. ബാക്കിയൊക്കെ ചുമ്മാ പെടപ്പൻ സ്ഥലം. വെൽക്കം ബാക്ക്. അപ്പോൾ ഉണ്ടല്ലോ ഇവിടെ അധികം ഒച്ചയിൽ സംസാരിക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഇത് കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള ഏരിയയാണ്, കുറച്ച് ലിമിറ്റേഷൻസ് ഉള്ള ഏരിയയാണ്. ആക്ച്വലി വഴി അറിയാൻ പാടില്ല. ഇതുണ്ട് എവിടെ വന്നേക്കണമെന്ന് വെച്ചാൽ ആനയടിക്കുത്ത് വെള്ളച്ചാട്ടം റോഡിൽ നടക്കുക. അപ്പോൾ റോഡിൽ നടക്കാം. ആക്ച്വൽ റോഡിലേക്ക് ഒരു 1/2 കിലോമീറ്റർ ഉണ്ട്. ഈ 1/2 കിലോമീറ്റർ നമ്മൾ നടക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിറ്ററലി ഒരു റബ്ബറും കാട്ടിൻ്റെ ഉള്ളിൽ കൂടി റബ്ബറും കാട്ടിൻ്റെ ഉള്ളിൽ കൂടി 1/2 കിലോമീറ്റർ കാട്ടിൽ കൂടി നടക്കണം. അപ്പോൾ ഇനി ഞാൻ വേറെ ആളെ പരിചയപ്പെടുത്താം. വേറൊന്നുമല്ല, ഞാൻ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ, എന്നെക്കാളും 2-3 ദിവസത്തിന് മുമ്പ് ഉള്ളവന്, പക്ഷെ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ അവിടെ പോകണം ഇവിടെ പോകണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന സമയത്ത് അന്ധകാലത്തിൽ അങ്ങനെ കറങ്ങി നടന്ന് ഒരുപാട് സ്ഥലം കണ്ട്, അപ്പോൾ നമ്മളെയൊക്കെ അന്ന സമയത്തിൽ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരാളാണ്. ഞാൻ ആളെ കാണിച്ചിട്ടാ. എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ് കുഞ്ഞാവ. ഞാൻ കുഞ്ഞാവ വിളിക്കുന്നത്. ആളുടെ പേര് നിതിൻ ഷാജി. ആൾ നല്ല അസൽ പണിക്കാരനാണ് കേട്ടോ, നല്ല ഒന്നാന്തരം പണിക്കാരനാണ്. പണി എന്നൊക്കെ പിന്നെ പറയാം. അപ്പം ഞങ്ങളിന്ന് ബാങ്കിൽ പോയി ഇറങ്ങിയതാണ്. ബാങ്ക് ഓഫ് ബറോഡയിൽ ഒന്ന് പോയി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങിയപ്പോൾ ചുമ്മാ പാണിയായി പോരുവാന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ പ്രാന്ത് തുടങ്ങിയ കാര്യം ഇങ്ങനെ അറിയാം. അപ്പോൾ പണ്ട് ഇവനെ എന്നെ പോലെ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നതാണ്. ആളിങ്ങനെ നടന്ന് തെണ്ടി വരുന്ന എല്ലാ ഏരിയയിലും പോയിട്ടുണ്ട്. ഈ സ്ഥലത്ത് ഈ ആനയടിക്കുത്ത് വെള്ളച്ചാട്ടത്തിൽ ഒരു 5-6 കൊല്ലം മുന്നേ 2-3 പ്രാവശ്യം വന്ന ആളാണ്. അവൻ വഴി പറഞ്ഞാൽ ശരിയാ, അപ്പുറത്തൊരു വേറെ വഴിയൊക്കെ ഉണ്ട്. പക്ഷെ ആ വഴി നമുക്ക് പോകാൻ പറ്റില്ല. ഈ ഒരു റബ്ബറും കാട്ടിൽ കൂടെ വേണം പോകാനായിട്ട്. ഒരു നടച്ചാലുണ്ട്, ഇത് വഴി വേണം പോകാനായിട്ട്. അപ്പം അവൻ്റെ കൂടെ വർഷങ്ങൾക്ക് ശേഷം, അതിൽ ശരിക്കും പറഞ്ഞാൽ അവൻ കല്യാണം കഴിഞ്ഞു, ഞാനും കല്യാണം കഴിഞ്ഞു. ഞങ്ങളങ്ങനെ ലോക്കൽ കറങ്ങാറുണ്ടെങ്കിലും അങ്ങനെ ഓടി ഇപ്പം ഇതുപോലത്തെ ഒരു സ്ഥലമൊക്കെ പിടിച്ചിട്ട് വർഷങ്ങളായി, ശരിക്കും ഒരുപാട് ആളായി. ഞങ്ങൾ നേരത്തെ ഗവിയൊക്കെ ഇതുപോലെ പോയിട്ടുണ്ട്. ഒരു കാട്ടിൽ കൂടി ഒരു റേഞ്ച് ഒന്നുമില്ലാണ്ട്, വീഡിയോ ഒന്നുമില്ലാണ്ട്, ഒരു ഇതില്ലാണ്ട്, ഒരു കണക്ഷനും ഇല്ലാണ്ട് അതിൻ്റെ അകത്തൊരാളെ കണക്ഷൻ വെച്ചിട്ട് പോയിട്ടൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ആ ഒരു മൈൻഡിൽ, ആ ഒരു മൂഡിൽ പണ്ടത്തെ ആ അത്രയും വർഷത്തെ പഴക്കത്തെ ഒരു സുഹൃബന്ധം പോണു. ആ കയറ്റെത്തി കാണിച്ചു തരാം. എന്താ കേട്ടില്ല? എന്റെ ബാഗ് ചുമക്കണം. നോക്കി എന്റെ ബാഗിലെ സാധനങ്ങൾ, എന്റെ ഐറ്റംസ് അത് ചുമക്കണണ്ട. ഈ ഒരു കയറ്റം കയറണം. മെയിൻ റോഡ് അപ്പുറത്ത് ടാറിങ് കിടക്കുക, റോഡ് അടച്ചേക്കാണ്. അപ്പൊ അതാണ് പ്രശ്നം. നമുക്ക് ഇതിലേ കയറാം. കുറച്ച് ഇതിലേ കയറാൻ വേണ്ട വഴിയൊക്കെ ഉണ്ട് കേട്ടോ കയറാനായിട്ട്. അതുപോലെ നല്ല കിടിലം വഴിയൊക്കെ ഉണ്ട്. എന്തോ അറിയാവുന്ന അമ്മ വീട്ടിൽ പോണത് സ്ഥലം കാണില്ല. കയറ്റമാണ്. ഇനി അങ്ങോട്ട് കയറ്റാം. നമുക്ക് മുകളിൽ നിന്നിട്ട് ഡ്രോണൊന്ന് പറത്തിടാം, എന്തായാലും കിട്ടുമോ നോക്കാം. വിഷ്വൽസ് ചുറ്റും കാണിച്ചിട്ടാ. ഇതാണ് സ്ഥലം, ആനയടിക്കുത്ത് വെള്ളച്ചാട്ടം. ഇവിടെ ആനയടിക്കുത്ത് എന്ന് പറയാൻ എന്താണോ വെള്ളം കേട്ടാ? അങ്ങനെയുണ്ട്, കുറച്ച് വെള്ളമുണ്ട്. ഓക്കെ, എന്താണ് കമോൺ, എന്ത് പവറാണ്! നടന്ന് കയറിക്കോ, ശബരിമലയ്ക്ക് കയറാമല്ലേ. മലയ്ക്ക് പോകുമ്പോൾ ഇതുപോലെ ഡെയിലി ബ്ലോഗ് ചെയ്താലും ആലോചിക്കുക. അതോ അണച്ച് അമ്പേർ എൻ്റെ മുന്നേ മുട്ടങ്കയറ്റം എന്ന് പറഞ്ഞാൽ മുട്ടങ്കയറ്റം. പക്ഷേ ലിറ്ററിൽ നല്ല സുഖമുണ്ട്. കാര്യം ഞാൻ രാവിലെ ഇറങ്ങിയതാണെങ്കിലും
ഇത്തിരി വെയിലായിപ്പോ ഇവിടെ എത്തിയപ്പോ. കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ട്. അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ, അവിടെ പോകണോ ഇവിടെ പോകണമെന്നുള്ളത്. അതെല്ലാം തീർന്നു ഇവിടെ എത്തിയപ്പോ സമയം 2:30 നട്ടുച്ച. പക്ഷെ എന്നാലും ഒരു സുഖമുണ്ട്. കുന്നിന്റെ ഉണ്ടാക്കി കയറി ഒരു വെള്ളച്ചാട്ടത്തിന്റെ ഒച്ച. എന്താ സുഖം ഇവിടെ. സാധനം അറിയാമല്ലോ കേട്ടോ, കേൾക്കാൻ തന്നെ ഒരു പ്രത്യേക ഐശ്വര്യമില്ലേ. സ്ഥലം ആളേക്കുന്നുണ്ടോ വെള്ളച്ചാട്ടം ഇവിടെ? ഇവിടെ ഈ മനുഷ്യന് ഈ സ്ഥലമൊന്നും വേണ്ടായിരുന്നു. ഇപ്പൊ നിറച്ച് ടൂറിസ്റ്റുകളെ, ഫുൾ ആൾക്കാരെ. ഏപ്രിലാകുമ്പോൾ വെള്ളം തീരും. ആ വേനലാകുമ്പോ ശരിയാ. നല്ല പാലൊഴുകും പാറ പോലെ ഉണ്ട് കേട്ടോ. നല്ല പാല് പോലത്തെ വെള്ളം. സ്ഥലം കണ്ടോ? സാഹസികമായി വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന നിതിൻ ഷാജി. விமிலேறி காலை மேல் தூங்கும் காகமாய் பூமி மீது இருப்பேன். புவி போகும் போக்கில் கை கோர்த்து நானும் நடப்பேன். ஏதோ ஏகம் எழுதே, ஆழம் தருதே, தாய் போல் வாழும் கணமே யாரோ பாடுவே. ഞണ്ട് ലിറ്ററലി ഇവിടെ ആരുമില്ല. ഇത് ചുറ്റും കണ്ടു ഒരൊറ്റ മനുഷ്യല്ല. ഞാനും കുഞ്ഞാകെ മാത്രമുണ്ട്, വേറെ ആരുമില്ല. എല്ലാവരും ഉണ്ടായിരുന്നു. നമുക്ക് വേണ്ടി എല്ലാവരും മാറുന്ന പോലെ ഉണ്ട്. എന്തായാലും തുമ്പി പറഞ്ഞോ, തുമ്പി പറഞ്ഞോണ്ടാ ഫുള്ള് തുമ്പിയാ. ഡ്രാഗൺ ഫ്ലൈ നാളെയോരർത്ഥം കാട്ടുമേ. ഞാൻ വീണ്ടും തിരിച്ചു വന്നു. ഇഷ്ടമാണെന്ന് ഞങ്ങളൊരു വെള്ളച്ചാട്ടമില്ല. ഇതൊക്കെ ഉള്ളൂ, ഇതൊക്കെ ബാക്കിയുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ലിറ്ററലി നമ്മൾ ഒരുപാട് സ്ട്രെസ് അടിച്ച് ജീവിച്ചിട്ട് കാര്യമില്ല. ഈ കാണുന്ന നിമിഷം, ഈ നിമിഷം നമ്മൾ ആസ്വദിക്കുക, ഈ നിമിഷം നമ്മൾ ജീവിക്കുക, ഈ നിമിഷത്തിൽ നമ്മൾ എക്സിസ്റ്റ് ചെയ്യുക. 96 ഒരു മൂവി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ലൈഫ് ഓഫ് റാം എന്ന് പറഞ്ഞിട്ട്. ആ പടത്തിൽ പുള്ളിക്ക് ഉണ്ടാവുന്ന എക്സ്പീരിയൻസ്, പുള്ളിയുടെ സ്കൂൾ കാലഘട്ടം മുതൽ അതിനുശേഷം പുള്ളിക്ക് കാലുമ നിറച്ച് മീൻ മുത്തട്ടോ, മീൻ മറ്റേ കാല് ക്ലീൻ ചെയ്യുന്നില്ല, മസാജർ, അതാണ് നിറച്ച് മീനാ. അപ്പൊ നിങ്ങൾ അതൊക്കെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. ഇവിടെ ആനയുടെ വെള്ളച്ചാട്ടത്തിൽ വരിക, ഈ വെള്ളച്ചാട്ടം എക്സ്പീരിയൻസ് ചെയ്യുക. ഈ വെള്ളച്ചാട്ടം മുകളിൽ ഞാൻ പോയി കണ്ടു, താഴ്ത്ത് ഞാൻ പോയി കണ്ടു, വെള്ളത്തിന് നടുക്ക് നിന്ന് കണ്ടു, മീൻ കൊത്തണതും നിന്നനുഭവിച്ചു. കാൽവേ എന്താ രസം, പറയാൻ വയ്യ. ഇന്ന് ഫുള്ള് മൈൻഡിൽ ഫുള്ള് 96 ഫിലിമും ലൈഫ് ഓഫ് റാമും, വേറെ ഒന്നുമില്ല. ലിറ്ററലി ഐ എം ഹാപ്പി. ഈ മൊമെന്റിൽ ഞാൻ ഹാപ്പിയാണ്. അടുത്ത മൊമെന്റ് എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഈ മൊമെന്റിൽ ഞാൻ ലിറ്ററലി ഹാപ്പിയാണ്, ലിറ്ററലി സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ മലയ്ക്ക് വന്ന് ഒന്നും പിടിച്ചാണ് വന്നേക്കണേ. അപ്പൊ അങ്ങനെ അവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ കണ്ണിന് കാണുന്ന കാഴ്ചകളൊക്കെ അങ്ങനെയാണ്. അപ്പൊ പറമ്പാണ് എനിക്ക് അവിടെ.
സെറ്റപ്പ് ഉണ്ടോ? അടിപൊളിയല്ലേ? ഈ മാവുമേന്ന് എടുത്ത് താഴേക്ക് കയറണം. ഇവിടെ താഴ്ചയില്ല, തലയിടിക്കും. നീ എന്തിങ്ങനെ മല വലയിക്കണേ? ചൂടാട്ടിക്കണുള്ള ഓ കാലുമ മീൻ, കാലുമ മൊത്തം മീൻ കൊത്തറ്. കാർത്തിക് സൂര്യാണ് ഈ ഫോൺ വെള്ളത്തെ നോക്കി കാണിച്ചേ. ഇതെന്നാ മീൻ കൊത്തണോ? കട 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 കാലുമ ഉറച്ചു മീനാ. മീൻ മസാജ്. ഓഹോ എന്താ സുഖം. இப்போதே அர்த்தமாக்குதே இன்றின் இப்போதின் இன்பம் யாவுமே. സ്നഗ്ഗിയാണ്, പിള്ളേരുടെ സ്നഗ്ഗി. ഈ വെള്ളച്ചാട്ടത്തിൽ കൊണ്ടുവന്ന് സ്നഗ്ഗി ഇട്ട് വെച്ചേക്കുക. ഇങ്ങനെയുള്ള ചെറ്റത്തരം കാണിക്കാനൊക്കെ എന്താ പറയാ? ഞാൻ കെട്ടിപ്പോയി അമ്പൂരാന്ന്. ഞാൻ കേട്ടന് കുഴപ്പമായിരുന്നു. ബൈക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടി 10 രൂപ കേട്ടോ, 10 രൂപ. എറണാകുളത്തുനിന്ന് വരുമ്പോൾ എറണാകുളത്തുനിന്ന് ശേഷം എത്ര കിലോമീറ്റർ ഉണ്ട്? പെരുമ്പാവൂരിന് ശേഷം ഒരു 60 കിലോമീറ്റർ ഉണ്ട്. ഇപ്പോൾ എറണാകുളത്ത് ഒരു 20 കിലോമീറ്റർ കൂട്ടിക്കോ. 60 ഒരു 80 കിലോമീറ്റർ ഉണ്ട്. എറണാകുളത്ത് 80 കിലോമീറ്റർ. അടിപൊളി സ്ഥലമാണ്, ഒരു രക്ഷയില്ല. ഒരു ഈവനിങ് ഒരു 3 മണിക്ക് കൂടെ വന്നു കഴിഞ്ഞാൽ വൻ ചില്ലായിരിക്കും. പിന്നെ ഫ്രണ്ട്സായിട്ട് വരിക, ഫാമിലിയായിട്ട് വരുന്നതിന് കുഴപ്പമില്ല. ഫ്രണ്ട്സായിട്ട് വരിക. അട്ട അങ്ങനെ വിഷയമൊന്നും വേണം. ഇവിടെ വന്ന് കുളിക്കുക, ഇവിടെ വന്ന് ഡ്രസ്സ് മാറാം. ചേച്ചിമാരുടെ അടുത്ത് വെള്ളം മേടിച്ച് കുടിക്കുക, ഡ്രസ്സ് മാറാം. അവിടെ 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഡ്രസ്സ് മാറാനും എല്ലാ സൗകര്യങ്ങളുണ്ട്. ബാത്റൂം ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പറയാനുള്ളത് എന്താ വെച്ചാൽ ഫുഡ് വേസ്റ്റ്, പ്ലാസ്റ്റിക് ബോട്ടിലുകൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉപേക്ഷിക്കാതെ, നമ്മുടെ ഭൂമിയാണ്, നമ്മുടെ പൈതൃകമാണ്, ഇത് നാളെയും ആസ്വദിക്കാനുള്ളതാണെന്നുള്ള ചിന്തയിൽ സാധനങ്ങൾ നശിപ്പിക്കാതെ കീപ്പ് ചെയ്യുകയാണെങ്കിൽ ഇത് നിലനിൽക്കും. അതല്ലെങ്കിൽ ഒരു 10 വർഷം കൊണ്ട് മൊത്തം പ്ലാസ്റ്റിക് ബോട്ടിലും മൊത്തം ഫുഡ് വേസ്റ്റൊക്കെ ആയിട്ട് ഈ ഒരു വെള്ളച്ചാട്ടം നശിക്കും. നന്ദി പറ. നീ എന്നോട് പറയാം, ഈ സ്ഥലം കാണിച്ച് നന്ദി പറ. ഇത്രയും വലിയ എക്സ്പ്ലോറർ ഈ സ്ഥലം കണ്ടല്ലോ. നീ കണ്ടിരുന്നല്ലോ അല്ലേ? നടന്ന് മേപ്പോട്ട് കയറുന്ന എന്തിനാ വെള്ളച്ചാട്ടം അവിടെ ഇങ്ങനെ ഒഴുകണുള്ള ചാട്ടം. ഒഴിപ്പോ അവിടെ ഒരു ചാട്ടമുണ്ട്. ഇവനിത് എങ്ങനെയാണോ പോണേ? വീണ്ടും മല കയറാൻ പോകുന്നു. അവിടെ നിന്ന് വെള്ളച്ചാട്ടം തന്നെ. വെള്ളച്ചാട്ടം വന്നിട്ട് ഇങ്ങനെ വന്ന് ഇവിടെ വന്ന് ഇങ്ങനെ ഒഴുകിപ്പോവും. ഈ വെള്ളത്തിൻ്റെ ഒച്ച കേൾക്കാൻ തന്നെ എന്ത് പ്രത്യേക ഐശ്വര്യം എന്ന് പറയും. എന്തോ ഒരു സുഖമാണ്, വല്ലാത്ത സുഖമാണ്. ആ ഒരു വിഷയം എന്ന് വെച്ചാൽ ഈ പാറയമ്മ ചൂടടിച്ചിട്ടേ ആ ചൂട് നമ്മുടെ മുഖത്തേക്ക് അടിക്കുന്നുണ്ട്. അത് മാത്രമേ ഒരിത്തിരി വിഷയമുള്ളൂ. ബാക്കി എല്ലാം കൊണ്ടും അടിപൊളി. അതിന് മുകളിൽ കയറാനാണോ? അതിന് മുകളിൽ കയറണം. അത്ര സുഖമുണ്ടോ? അതിന് മുകളിൽ ചാടാൻ പറ്റൂടാ. 120 ഡിഗ്രി ചെരിവുള്ള കയറ്റോട്ടോ. കാലിന് ചെറിയ ഇഞ്ചുറികളുണ്ട്. ലെഗ് ബാൻഡിൻ്റെ ആണതാ. ജിമ്മിൽ പോയില്ലെങ്കിലും ട്രക്കിങ് ചെയ്യുന്നുണ്ട്. ട്രക്കിങ് ചെയ്യാൻ നല്ല സുഖമുണ്ട്. വന്ന വഴിക്ക് തൊടുപുഴയിൽ നിന്ന് നല്ല കഞ്ഞി കുടിച്ചു. കഞ്ഞി, ചുട്ടരച്ച ചമ്മന്തി, പപ്പടം, അച്ചാറ്, ചെറുപയർ തോരൻ. ആഹാ, ഇനി എന്ത് വേണം? അമ്മ അടിപൊളി, ഒരു രക്ഷയില്ല. കാണിച്ചില്ല. ഓക്കെ, ഹൈഡ്രേഷൻ ഉണ്ടോ? ഒരു രക്ഷയില്ല. നല്ല ചൂടാ. നല്ല ഉച്ചയ്ക്ക് നമ്മൾ ഒന്ന് കയറിയണേ. കയറ്റം കണ്ടോ? ഇങ്ങനെയാ കയറ്റം നിൽക്കണേ. തിരിച്ചിറങ്ങിയപ്പോ കാണിച്ചതാ. ചെങ്കുത്തായ ഇറക്കത്തില് രണ്ട് ഇറക്കവനുണ്ട്. കാലിന് പിടിക്കണ്ട. ഇറങ്ങി പോകണ്ടോ? ഇറക്കം കണ്ടോ? ഇത് ഇറങ്ങുമ്പോഴാണ് നമ്മുടെ മുട്ടിൻ്റെ ആവശ്യമുള്ളത്. എനിക്ക് ആവശ്യമുള്ളത് മുട്ട് ചെറിയൊരു മുട്ടിനല്ല, മുട്ടിൻ്റെ മുകളിലത്തെ മസിലിനാണ് എനിക്ക് പ്രശ്നം. മസിൽ ക്രാമ്പ് പറയില്ലേ, മസിൽ പുള്ള്,
അതാണ്. കുഴി കുഴി മണ്ഡലകാലമാണ് ശബരിമലയ്ക്ക് നോയമ്പെടുത്തേക്കോ സാധാരണ കർത്തമുണ്ടല്ലോ. പിന്നെ ഓരോരുത്തരുടെ വേഷധാരണം നമ്മുടെ ഇഷ്ടമാണല്ലോ. നമുക്ക് ഇഷ്ടമുള്ളത് നടക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യ എന്ന മഹാരാജ്യത്തുണ്ട്. ഒടുക്കത്തെ വഴുക്കിലാട്ടോ, കാല് വെക്കുമ്പോൾ തെന്നി വീഴാനുള്ള പേടിയാണ് പോകണം. തെന്നി വീഴാൽ ഫോം വെള്ളത്തിൽ പോവും, ഫുൾ ഇടപാട് വെള്ളത്തിൽ പോവും. ഇത് ഇടപാട് നടക്കൂല. നമ്മൾ പോവാണ്. നമുക്ക് തൊമ്മങ്കുത്ത് വെള്ളച്ചാട്ടം പിടിക്കാൻ വേണ്ടി നോക്കണം. അതുകൂടി പിടിച്ചു കഴിഞ്ഞാൽ ഒന്നിച്ച് നമ്മളിവിടെ ഈ ഒരു ഏരിയ കവർ ചെയ്യും. ഈ ഏരിയ കവർ ചെയ്ത് അടുത്ത ഏരിയയിലേക്ക് പോകും. അടുത്ത ഏരിയ അടുത്ത ദിവസം. അപ്പോൾ നമുക്ക് തൊമ്മങ്കുത്തൂടെ ഒന്ന് പോകാൻ പറ്റുന്ന നോക്കാം. പിന്നെ വേറെ എന്ന് വെച്ചാൽ ഇവിടെ അട്ട അങ്ങനെയുള്ള സംഭവമൊന്നുമില്ല കേട്ടോ. വേറെ കാമൻ കൂൾ ഏരിയ ആണ്. അട്ട വിഷയങ്ങളൊന്നും മാറാണ്. ഇതിന് മേളിൽ വന്നാലും നമ്മൾ പട്ടിണി നടക്കില്ല കേട്ടോ. ഇത് മലമണ്ടക്കേട് മലയാളം പറഞ്ഞാൽ ഇതിന് മുകളിൽ വന്നാൽ കപ്പയിറച്ചി മീനൊക്കെ കിട്ടും.